ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ഗുജറാത്തിനെ കുറിച്ച് പറയുകയാണ്. ഗുജറാത്തിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ദ സ്റ്റേറ്റ് ഗുജറാത്ത് ഹാസ് ലാർജസ്റ്റ് കോസ്റ്റൽ ഏരിയ കേട്ടോ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ പറയുകയാണെങ്കിൽ ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? നമ്മൾ പലർക്കും തെറ്റിപ്പോവും. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധി നഗറാണ്. ക്യാപിറ്റൽ ഓഫ് ഗുജറാത്ത്. ആൻസർ ഗാന്ധിനഗർ. അതുപോലെ തന്നെ ഗാന്ധിനഗർ ഏതു നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഗാന്ധിനഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗാന്ധിനഗർ സ്ഥിതി ചെയ്യുന്നത്? സബർമതി നദിയുടെ തീരത്താണ് ഗാന്ധിനഗർ. ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ സബർമതിയുടെ തീരത്താണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ ഭാഷ എന്താണ്? ഗുജറാത്തിലെ ഭാഷ ഗുജറാത്തിയാണ്. ലാംഗ്വേജ് ആൻസർ ഗുജറാത്തി. ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പ്രശ്നം നമുക്ക് ഇവിടെ എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാം, പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവില്ല. ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ പോയി ഹിന്ദി പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവും കേട്ടോ. ഗുജറാത്തിലെ ഭാഷ എന്താണ്? ഗുജറാത്തിയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ മദ്യനിരോധനം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം, ഇന്ത്യയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഫസ്റ്റ് സ്റ്റേറ്റ് പ്രൊഹിബിറ്റ്സ് ദ ലിക്വർ. ആൻസർ എന്താണ്? ഗുജറാത്താണ്. ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് പ്രൊഹിബിറ്റ്സ് ദ ലിക്വർ കേട്ടോ. അതായത് മദ്യം നിരോധിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്താണ്. അതുപോലെ ഗുജറാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോമനാഥ ക്ഷേത്രവും അക്ഷർധാം ക്ഷേത്രവും എവിടെയാണ്? സോമനാഥ ക്ഷേത്രവും അക്ഷർധാം ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്താണ്. സോമനാഥ ടെമ്പിൾ, അക്ഷർധാം ടെമ്പിൾ, ദീസ് ആർ ലൊക്കേറ്റഡ് ഗുജറാത്ത്. എവിടെയാണ്? ഗുജറാത്തിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ സിംഹങ്ങളെ കാണപ്പെടുന്ന ഗിർവനങ്ങൾ എവിടെയാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ സിംഹങ്ങളെ കാണപ്പെടുന്ന ഗിർവനങ്ങൾ എവിടെയാണ്? ഗുജറാത്തിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ജന്മദേശമായ പോർബന്ദർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ബർത്ത് പ്ലേസ് ഓഫ് ഗാന്ധിജി. ആൻസർ പോർബന്ദർ, ഗുജറാത്ത്. പോർബന്തറിന്റെ പഴയകാല പേരെന്താണ്? പഴയകാല പേരുണ്ട്. എന്താണ്? സുദാമാപുരി കേട്ടോ. ഓൾഡ് നെയിം ഓഫ് പോർബന്തർ. ആൻസർ സുദാമാപുരി എന്നാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ റേഡിയോ നിലയം ആരംഭിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ റേഡിയോ നിലയം ആരംഭിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി. അതെവിടെയാണ്? അഹമ്മദാബാദിലാണ്, അല്ലെങ്കിൽ ഗുജറാത്തിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ സർദാർ പട്ടേൽ സ്റ്റേഡിയം എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. അതുപോലെ പറയുകയാണെങ്കിൽ സർദാർ പട്ടേൽ വിമാനത്താവളം എവിടെയാണ്? അതുപോലെ തന്നെയാണ്, ഗുജറാത്തിൽ തന്നെയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? ഹയസ്റ്റ് സ്റ്റാച്യു ഓഫ് ദ വേൾഡ് ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതെവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദയുടെ തീരത്താണ്. ലൈഫ് ലൈൻ ഓഫ് ഗുജറാത്ത് എന്നറിയപ്പെടുന്നത് നർമ്മദ. ഏതാണ്? നർമ്മദ. അതുപോലെ തന്നെ അതായത് ഗുജറാത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ നൃത്തരൂപം ഏതാണ്? ഗർഭ നൃത്തമാണ്. ഡാൻസ് ഫോം ഓഫ് ഗുജറാത്ത്. ആൻസർ എന്താണ്? ഗർഭനൃത്തം. എവിടെയാണ്? ഗുജറാത്തിലാണ്. അതുപോലെ ഗുജറാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അതുപോലെ ശ്രീകൃഷ്ണന്റെ രാജധാനി എന്ന് പറയപ്പെടുന്ന ദ്വാരക എവിടെയാണ്? ഗുജറാത്ത്. ശ്രീകൃഷ്ണന്റെ രാജധാനി എന്ന് പറയപ്പെടുന്ന ദ്വാരക എവിടെയാണ്? ഗുജറാത്തിലാണ്. ദ്വാരക
മറ്റ് ദ്വാരകാധീശ് ടെമ്പിൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ജന്മദേശം എവിടെയാണ്? ഗുജറാത്താണ്. ബർത്ത് പ്ലേസ് ഓഫ് ഓർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ആൻസർ എന്താണ്? ആൻസർ ഗുജറാത്ത്. എവിടെയാണ്? ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ നേരത്തെ വീഡിയോ കർണാടകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാൻ മറന്നുപോയി. കർണാടകത്തിലെ നൃത്തരൂപം, ഡാൻസ് ഫോം ഓഫ് കർണാടക. ആൻസർ എന്താണ്? യക്ഷഗാനം. ഏതാണ്? യക്ഷഗാനമാണ്. ഡാൻസ് ഫോം ഓഫ് കർണാടക യക്ഷഗാനമാണ് കേട്ടോ. അതുപോലെ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഗുജറാത്തിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതകളേറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് വീഡിയോ കാണുക കേട്ടോ. തുടർച്ചയായിട്ട് കാണുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലാണ്. സോമനാഥ ക്ഷേത്രം ഗുജറാത്തിലാണ്. എപ്പോഴും ഒരു അക്ഷർധാം ക്ഷേത്രവും എവിടെയാണ്? ഗുജറാത്തിലാണ്. അക്ഷർധാം ടെമ്പിൾ എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ തുണിത്തരങ്ങൾക്ക് പേരുകേട്ട സ്ഥലമായ സൂററ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലാണ്. സൂററ്റ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ സർദാർ സരോവർ അണക്കെട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? നർമ്മദാ നദിയിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. നർമ്മദാ നദി ആണ്, ഗുജറാത്താണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, വീഡിയോ കാണുന്നവർ വീഡിയോ തുടർച്ചയായിട്ട് കാണുക കേട്ടോ.